പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ക്യാൻവ കോഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്യാൻവയിൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ്, അത് ഏത് തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആവട്ടെ, എങ്ങനെ നമുക്ക് നിർമ്മിക്കാം എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്യാൻവ ഓപ്പൺ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത ഇനം സർട്ടിഫിക്കറ്റ്സിൻ്റെ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അത് ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ളത് ഉണ്ടാവും, പോർട്രേറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കാണിക്കുന്നത് ലാൻഡ്സ്കേപ്പാണ്. പോർട്രേറ്റിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലുള്ള വ്യത്യസ്തമായ പോർട്രേറ്റ് ആയിട്ടുള്ള വിവിധ ഇനം സർട്ടിഫിക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒന്ന് എടുക്കുന്നുണ്ട്. എടുത്ത ശേഷം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, നമ്മുടെ ലോഗോ ഉൾപ്പെടുത്തണമെങ്കിൽ അത് ഉൾപ്പെടുത്താം, എല്ലാം ഉൾപ്പെടുത്താം. അവിടെ ജസ്റ്റ് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. കണ്ടില്ലേ, ഇതൊരു ലോഗോൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ഇവിടെ ലോഗോ മാറ്റണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പുതിയ ലോഗോ കൊടുക്കാം. ലോഗോക്ക് നമുക്ക് നേരത്തെ കയറ്റി വെച്ച ലോഗോസ് ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോഗോ ഇവിടെ താല്പര്യമുള്ള ലോഗോസ് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഈ ലോഗോ വെറുതെ എടുത്ത് ഇവിടെ കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഒക്കെ കറക്റ്റ് പൊസിഷൻ ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റാണ്. നമുക്ക് എന്തൊക്കെ ടെക്സ്റ്റ് കൂടുതൽ അഡീഷണലായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. ഇവിടെ വ്യക്തിയുടെ പേര് കൊടുക്കാം. പേരിന് തന്നെ നല്ല അടിപൊളി ഫോണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫോണ്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അതുപോലെ സ്ഥാപനത്തിന് മാനേജർ ഉണ്ടാകും, അവരുടെ ഹെഡ് ഓഫീസ്, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ. ഇനി നിങ്ങൾക്ക് അഡീഷണലായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ എന്തെങ്കിലും കയറ്റണം എന്നുണ്ടെങ്കിൽ അപ്ലോഡ്സിൽ കയറ്റിയാൽ മതി. ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഒരു അഡീഷണലായിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു തീർക്കുന്നത്. ഇനി നിങ്ങൾക്ക് അഡീഷണലായിട്ട് വേറെ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഇമേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യും, അതിന് നമുക്കിവിടെ എലമെൻറ്റ്സിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് കൊടുത്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഫോട്ടോസ് ഉണ്ടാവും. ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അതിന് പറ്റിയ രീതിയിലുള്ള ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ എടുത്തിട്ട് ഇവിടെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇത് ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഇമേജിൻ്റെ ആവശ്യമില്ല, ബാക്ക്ഗ്രൗണ്ടിൽ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഇമേജ് കളഞ്ഞിട്ട് കളർ മാറ്റാം. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പച്ചയാണെങ്കിൽ അങ്ങനെ, ഈ കളറാണെങ്കിൽ ഇങ്ങനെ, ഏത് കളറിലുള്ള നമുക്ക് കൊടുക്കാം. കണ്ടോ, ഇത് നമുക്ക് നല്ലൊരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് PNG മാറ്റി PDF സ്റ്റാൻഡേർഡ് എടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇങ്ങനെയാണ് ഒരു സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. ഉണ്ടല്ലേ, നല്ല ഡിസൈനാണ്, നല്ല ക്ലാരിറ്റിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ. ഇതിന് നമുക്ക് ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് ടൈം കളയേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതൊരു ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ, ഇപ്പോൾ ഇത് ഞാൻ വേറെ ഉണ്ടാക്കിയ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇത് ഞാൻ ഇതിൽ ഉണ്ടാക്കിയതാണ്. ഇതിൽ ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ ലോഗോ, അത് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, കുട്ടിയുടെ പേര്, അതുപോലെ സീല്, എൻ്റെ ഒപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു ലോഗോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്യാൻ ക്യാൻവ കൊണ്ട് സാധിക്കും. എങ്ങനെയാണ് ഒരു ക്യാൻവയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്യുന്നത്? സർട്ടിഫിക്കറ്റിൻ്റെ വ്യത്യസ്തമായ മോഡലുകൾ ഇവിടെ ഉണ്ട്.
നിങ്ങൾക്ക് ഇനി പുറത്തു നിന്ന് ഒരു PDF ഇതിലേക്ക് കയറ്റിയിട്ട് അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ അത് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റിൻ്റെ നിർമ്മാണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.